ആർട്ടിക്കിളും കൂടിയാണ്. അതായത് നമ്മൾ നോമിനേറ്റീവ് പഠിക്കുമ്പോൾ നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മൈൻ മൈനെ എൻ്റെ ഫാദർ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഫാമിലിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചു. എൻ്റെ ഫാദർ, എൻ്റെ മദർ, എൻ്റെ ബ്രദർ എന്നൊക്കെ അതാണ് നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ ഉപയോഗിച്ച് പറയാം. അത് അക്യുസാറ്റീവിലാവുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിക്കേ, ദസ് ഈസ്റ്റ് മൈൻ മൻ. അത് എൻ്റെ ഹസ്ബൻഡാണ്. അതെന്ത് ടൈപ്പ് സെൻറ്റൻസാ? അത് നോമിനേറ്റീവാ. ദസ് ഈസ്റ്റ് മൈൻ മൻ. അതൊരു മാൻ, ഹസ്ബൻഡിനെ പറ്റി മാത്രമേ, വേറൊന്നും പറയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കേ, ഇഷ് ലീബെ മൈനൻ മൻ. ആദ്യത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ച അതേ സാധനം മൈൻ മൻ എന്നുള്ളത് രണ്ടാമത്തേൽ വന്നപ്പോൾ മൈനൻ മന്നായി. എന്തുകൊണ്ടായി? കാരണം ആ സെൻറ്റൻസിൽ ഓൾറെഡി ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇഷ് ലീബെ മൈനൻ മൻ എന്നാണ്. ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓൾറെഡി അതിൽ വന്നതുകൊണ്ട് ആ മാൻ എന്നുള്ളത്, മൈനൻ മൻ എന്നുള്ളത് അക്യുസാറ്റീവ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഐനൻ എന്നുള്ളതാണ് മാസ്കുലൈൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ആർട്ടിക്കിൾ. അതേപോലെ പൊസസീവ് ആർട്ടിക്കിൾ ആകുമ്പോൾ എന്താവും? മൈനൻ ആവും. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുക. ദസ് ഈസ്റ്റ് മൈൻ ഔട്ടോ. അതെൻ്റെ കാറാണ്. ഇഷ് ലീബെ മൈൻ ഔട്ടോ. ഐ ലവ് മൈ കാർ. അപ്പോൾ ഇവിടെ ഈ മൈൻ ഔട്ടോ എന്നുള്ളത് ശരിക്കും അക്യുസാറ്റീവ് ആണ്. പക്ഷേ അക്യുസാറ്റീവിൻ്റെയും നോമിനാറ്റീവിൻ്റെയും നോയിട്രൽ സെയിം ആയതുകൊണ്ട് മാറ്റം ഉണ്ടാവില്ല. ഫെമിനൈനും സെയിം ആണ്. ദസ് ഈസ്റ്റ് മൈനെ കാറ്റ്സേ. അതെന്താണ്? നോമിനാറ്റീവ് അല്ലേ? ദസ് ഈസ് മൈനെ കാറ്റ്സ്. അതെൻ്റെ പൂച്ചയാണ്. ഇഷ് ലീബെ മൈനെ കാറ്റ്സേ. എൻ്റെ പൂച്ചയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇത് അക്യുസാറ്റീവ് ആണ്, ഇഷ് ലീബെ മൈനെ കാറ്റ്സേ. പക്ഷേ ഇവിടെ വീണ്ടും മൈനെ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഫെമിനൈനും നോയിട്രലിനും പ്ലൂരലിനും എന്തിലും മാറ്റം ഉണ്ടാവില്ല, നോമിനാറ്റീവ് അക്യുസാറ്റീവിലും മാറ്റം ഉണ്ടാവില്ല. ഇനി അടുത്ത പ്ലൂരൽ നോക്കാം. ദസ് ഇൻ്റെ മൈനെ കിൻഡർ. അതെൻ്റെ കുട്ടികളാണ്. ഇഷ് ലീബെ മൈനെ കിൻഡർ. എൻ്റെ കുട്ടികളെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയും പ്ലൂരലായപ്പോൾ മൈനെ തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മൾ ദസ് ഈസ്റ്റ് സൈനെ ഫ്രോയിൻഡിൻ. അത് അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. സൈൻ എന്നാണ് നമ്മൾ അവൻ എന്നുള്ളതിൻ്റെ ഇതിൽ ഉപയോഗിക്കുക അല്ലേ? പേഴ്സണൽ പ്രൊണോമൻ. മാഗ് സൈനെ ഫ്രോയിൻഡിൻ. ഹി ലൈക്സ് ഹിസ് ഗേൾ ഫ്രണ്ട്. അപ്പോൾ ഇവിടെയും സൈനെ എന്നുള്ളത് ഫെമിനൈൻ ആണ് അല്ലേ? സൈനെ ഫ്രോയിൻഡിനാണ്, ഫ്രോയിൻഡിനാണ്. അപ്പോൾ സൈനെ ഫ്രോയിൻഡിൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. എന്നാൽ ഇവിടെ ഇത് മാറും. ഡർ ഹുണ്ടാണ്. ഹുണ്ട്, ഡോഗ് എന്ന് പറയുന്നതിൻ്റെ ആർട്ടിക്കിൾ മാസ്കുലൈൻ ആണ്. ഡർ ഹുണ്ടാണ്. ദസ് ഈസ്റ്റ് സൈൻ ഹുണ്ട്. അത് അവൻ്റെ ഡോഗാണ്. മാഗ് സൈനൻ ഹുണ്ട്. അവൻ്റെ ഡോഗിനെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എന്തായി? സൈൻ എന്നുള്ളത് സൈനനായി. ഈ ഫ്രോയിൻഡിൻ്റെത് എന്തുകൊണ്ടാണ് മാറാത്തത്? സൈനെ എന്നുള്ളത് സൈനെ എന്നായിട്ട് എന്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു? കാരണം ഇവിടെ ഹിൻഡ് തന്നിട്ടുണ്ട്. ഫ്രോയിൻഡിൻ എന്നുള്ളത് ദി ഫ്രോയിൻഡിനാണ്, ഫെമിനൈനാണ്. ഫെമിനൈൻ്റെ ആർട്ടിക്കിൾ മാറില്ല. മാസ്കുലൈൻ്റെ ആർട്ടിക്കിൾ മാറും. സൈൻ എന്നുള്ളത് സൈനനായി. ഇനി അടുത്ത് നോക്കിക്കുക, ദസ് മോട്ടോറാഡാണ്. ഇതെന്താണ്? നോയിട്രൽ. അപ്പോൾ നോയിട്രൽ ആർട്ടിക്കിൾ മാറൂല. ദസ് ഈസ്റ്റ് സൈൻ മോട്ടോറാഡ്. അത് അവൻ്റെ ബൈക്കാണ്. മാഗ് സൈൻ മോട്ടോറാഡ്. അവൻ്റെ ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സൈൻ എന്നുള്ളത് സൈൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു. കാരണം അത് നോയിട്രലാണ്. നോയിട്രൽ ആർട്ടിക്കിൾ മാറില്ല. അടുത്തത് പ്ലൂരൽ. ദസ് ഇൻ്റെ സൈനെ ഫ്രോയിൻ്റെ. അതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ്. മാഗ് സൈനെ ഫ്രോയിൻ്റെ. അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദി ഫ്രോയിൻ്റെയാണ്, പ്ലൂരലാണ്. ഇവിടെ സൈനെ എന്നുള്ളത് സൈനെ എന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇനി ഇയർ വെച്ചിട്ടുള്ളതാണ്. ദസ് ഈസ്റ്റ് ഇയർ ഫ്രോയിൻഡ്. അത് ദിസ് ഈസ് ഹെർ ബോയ് ഫ്രണ്ട്. അവളുടെ ബോയ് ഫ്രണ്ടാണ്. സി ഫിൻഡഡ് ഇയർ ആൻഡ് ഫ്രോയിൻഡ് നെറ്റ്. അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് ഭയങ്കര നൈസായിട്ടാണ് തോന്നുന്നത്. അവിടെ ഇയർ എന്നുള്ളത് എന്തുകൊണ്ട് ഇയറനായി? കാരണം ഫ്രോയിൻഡ് അഥവാ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് മാസ്കുലൈൻ ആണ്. അപ്പോൾ ഇയർ എന്നുള്ളത് ഇയറൻ ആവും. മാസ്കുലൈൻ ആവുമ്പോൾ ഇയറൻ ആവും. ദസ് ഈസ്റ്റ് ഇയറെ ഗിറ്റാറെ. അതൊരു ഗിറ്റാറാണ്. സി ഫിൻഡഡ് ഇയറെ ഗിറ്റാറെ സൂപ്പർ. അവളുടെ ഗിറ്റാർ ഭയങ്കര സൂപ്പറായിട്ടാണ് കാണുന്നത്. കാരണം ഗിറ്റാറെ എന്നുള്ളത് ഇയറെ ഗിറ്റാറെ, ദി ഗിറ്റാറയാണ്. അത് ഇയറെ എന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ആർട്ടിക്കിൾ ഫെമിനൈൻ ആയതുകൊണ്ട് ഇവിടെ ഹിൻഡ് തന്നിട്ടുണ്ട്, ദി ഗിറ്റാറയാണ്. അപ്പോൾ ഇയറെ ഗിറ്റാറെ എന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അടുത്തത് ഹൗസ്. ദസ് ഹൗസ് ആണ്. ഹൗസ് നോയിട്രലാണ്. ദസ് ഈസ്റ്റ് ഇയർ ഹൗസ്. അത് അവളുടെ വീടാണ്. സി ഫിൻഡഡ് ഇയർ ഹൗസ് ഷോൺ. ഷീ ഫൈൻസ് ഹർ ഹൗസ് ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇയർ എന്നുള്ളതാണ് ഹൗസിന് ആദ്യത്തെ ആർട്ടിക്കിൾ ഉപയോഗിച്ചത്. രണ്ടാമത്തെ അക്യുസാറ്റീവ് ആയപ്പോഴും ഇയർ തന്നെയാണ്. കാരണം എന്താ? ആർട്ടിക്കിൾ മാറൂല. നോമിനാറ്റീവിലും അക്യുസാറ്റീവിലും മാസ്കുലൈൻ മാത്രമേ മാറുള്ളൂ. ദസ് ഇൻ്റെ ഇയറെ നാഹ്ബാൻ. ദസ് ഇൻ്റെ ഇയറെ നാഹ്ബാൻ. ദേ ആർ ഹെർ നൈബേഴ്സ്. സി ഫിൻഡഡ് ഇയറെ നാഹ്ബാൻ ഫ്രോയിൻഡ്ലിഷ്. അവരുടെ നൈബേഴ്സിനൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കാണുന്നത്. ഫ്രണ്ട്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് മാറ്റാൻ വന്നത്? ഇയറെ നാഹ്ബാൻ എന്ന ആദ്യത്തെ സെൻറ്റൻസിലും രണ്ടാമത്തെ സെൻറ്റൻസിലും ഇയറെ തന്നെയാണ്. കാരണം പ്ലൂരലിൽ ആർട്ടിക്കിൾ മാറില്ല. ഓക്കെ, ഇനി ഇതൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാർക്സ് പ്രശ്നം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഏകദേശം ടേബിൾ വരിക. ഇഷ് എന്നുള്ളതിൻ്റെ മാസ്കുലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൈനൻ, മൈനെ, മൈനെ എന്നാവും. അക്യുസാറ്റീവിൻ്റെ ദു ആവുമ്പോൾ ദൈനൻ, ദൈനെ, ദൈനെ. ഇത് നമ്മൾ മൈൻ, മൈനെ, ദൈൻ, ദൈനെ എന്ന് നോമിനേറ്റീവിൽ ടേബിൾ പഠിച്ചിട്ടുണ്ട്.
അതിൽ അക്വസാറ്റീവിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുക? ഒരേ ഒരു മാറ്റമേ ഉള്ളൂ, മാസ്കുലൈനിൽ മാത്രമേ മാറൂ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഇഷ് മൈനനോ ദു ദൈനൻ എറോറസ് സൈനൻ സി ഇയറൻ വിയർ ഉൻസറൻ ഇയർ ഓയറൻ സി ഓർ സി ഇയറൻ സി ഇയറൻ. ഇതിൽ മാത്രം മാസ്കുലൈനിൽ മാത്രമേ മാറ്റം വരുള്ളൂ. മറ്റത് നമ്മൾ നോമിനേറ്റീവ് പഠിച്ച സെയിം ടേബിൾ ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ആദ്യത്തെ കുറച്ച് സെൻറ്റൻസ് ഉണ്ട്. എക്സാമ്പിൾ നോക്കിക്കേ. ഇഷ് ബിൻ മരിയ ഉണ്ട് ഇഷ് ലീബെ മൈനൻ ഹുണ്ട്. ഇഷ് ബിൻ മരിയ, ഞാൻ മരിയ ആണ്. ഉണ്ട് ഇഷ് ലീബെ മൈനൻ ഹുണ്ട്, എനിക്ക് എൻ്റെ ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. ബിസ് ദു മാർട്ടിൻ ലീവ്സ് ദു ദൈനൻ ഹുണ്ട്, നിങ്ങളാണോ മാർട്ടിൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടിയെ ഇഷ്ടമാണോ? ദസ് ഈസ്റ്റ് സോഫിയ സി ലീവ്ഡ് ഇയറൻ ഹുണ്ട്, അത് സോഫിയാണ്, അവൾക്ക് അവരുടെ ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. ദസ് ഈസ്റ്റ് പീറ്റർ, അത് പീറ്ററാണ്, ലീവ്ഡ് സൈനൻ ഹുണ്ട്, അവൻ്റെ ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ മീനിങ് വരിക. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അടുത്ത എക്സസൈസ് യൂബുങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, ലീവ്ഡ് ഡാഷ് എൽട്ടൺ. ഇവിടെ സൈൻ ആണോ സൈനയാണോ സൈനനാണോ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ആദ്യത്തേത് അൻഷിത, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തേത് ലീവ്ഡ് സൈനെ എൽട്ടേൺ ആണ്. എന്തുകൊണ്ട് സൈനെ വന്നു? എൽട്ടേൺ എന്ന് പറഞ്ഞാൽ പാരൻസ് ആണ്. പാരൻസ് എന്ന് പറയുമ്പോൾ ഒരാളല്ല, അപ്പോൾ രണ്ടാളുണ്ട്, അപ്പോൾ അത് പ്ലൂരലാണ്. പ്ലൂരൽ ആകുമ്പോൾ അത് ഫെമിനൈൻ്റെ ആർട്ടിക്കിൾ ആയിരിക്കും വരിക. ഫെമിനൈൻ്റെ ആർട്ടിക്കിൾ എന്താണ്? സൈനെയാണ്, സൈനെ എൽട്ടേൺ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഹോയ്റ്റെ ബെസൂഹൻ വിയർ ഡാഷ് ഓപ്പ, അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്തേ നൈമ. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഹോയ്റ്റെ ബെസൂഹൻ വിയർ ഉൻസറൻ ഓപ്പ എന്നാണ് അതിൻ്റെ ആൻസർ വരിക. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ബെസൂഹൻ വിസിറ്റ് ഹോയ്റ്റെ ടുഡേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉൻസറൻ എന്നാണ് വരിക. കാരണം എന്താ? ഓപ്പ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ആണ്, ദാറ്റ് ഈസ് എ മാസ്കുലൈൻ എക്സാമ്പിൾ. അപ്പോൾ ഓപ്പക്ക് എന്തായാലും മാസ്കുലൈൻ ആർട്ടിക്കിളെ ഉപയോഗിക്കാൻ പറ്റും. ഉൻസറാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട അത് പേര്, അപ്പോൾ ഇത് മാസ്കുലൈൻ ആയതുകൊണ്ട് ഉൻസറൻ ആവും. അടുത്തത് വി ഫിൻഡഡ് ഇയർ ഡാഷ് ലേറർ, അതാണ് ചോദ്യം. ജർമ്മൻ ലാംഗ്വേജിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാ ജോബിനും ഫെമിനൈനും മാസ്കുലൈനും ഉണ്ടാവും. അപ്പോൾ ആ ജോബ് നിങ്ങളിപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഫിസിയോതെറാപ്യൂട്ട് എന്ന് പറയുമ്പോൾ മാസ്കുലൈനും, ഫിസിയോതെറാപ്യൂട്ടിൻ എന്ന് പറയുമ്പോൾ അത് ഫെമിനൈനും ആവും. അതേപോലെ തന്നെ ടീച്ചർ ജോബിനും ഉണ്ടാവും. ലേറർ എന്ന് പറഞ്ഞാൽ ടീച്ചർ, മെയിൽ ടീച്ചറാണ്. ലേററിൻ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ടീച്ചറാണ്. അപ്പോൾ വി ഫിൻഡഡ് ഇയർ ഡാഷ് ലേറർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മെയിൽ ഒരു അധ്യാപകനെ പറ്റിയാണ് ചോദിക്കുന്നത്, അയാൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്, ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിളായിരിക്കും വരിക? ഓക്കെ, വി ഫിൻഡഡ് ഇയർ ഓയറൻ ലേറർ, ഹൗ ഡു യു ഫൈൻഡ് യുവർ ടീച്ചർ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചുള്ളത്. അപ്പോൾ അങ്ങനെയാണ് വരിക. അടുത്തത് ബിറ്റെ ഗേബൻ സി ഡാഷ് അഡ്രസ്സേ, ഇത് ഹാഷിം ഒന്ന് ആൻസർ ചെയ്തേ. ബിറ്റെ ഗേബൻ സി ഇയറെ അഡ്രസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് തരുമോ എന്നാണ് ചോദിച്ചുള്ളത്. പ്ലീസ് ഗീവ് മീ യുവർ അഡ്രസ് എന്നുള്ള അർത്ഥത്തിൽ. അഡ്രസ്സേ എന്ന് പറയുന്നത് ദി അഡ്രസ്സേ ആണ്, ആർട്ടിക്കിൾ ഫെമിനൈൻ ആണ്, ദി അഡ്രസ്സേ ആണ്, അതുകൊണ്ടാണ് ഇയറെ വരുന്നത്. ബിറ്റെ ഗേബൻ സി ഇയറെ അഡ്രസ്സേ. ഓക്കെ അല്ലേ? ഓക്കെ.